ഹേയ്, ഇതൊരു വെണ്ടയ്ക്കപ്പേരിൻ്റെ റെസിപ്പി കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് ആദ്യം തന്നെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും മുളകും പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. എണ്ണ ചൂടായതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കുക. എൻ്റെ കടുകിൻ്റെ പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ആയിട്ടുണ്ട്, അതോട്ടോ ആ ഒരു കളറ്. മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം കരിവേപ്പില ഇട്ട് കൊടുക്കണം. എനിക്ക് എപ്പോഴും കരിവേപ്പില ഇടാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അത് ഇത് കണ്ടോ, പൊട്ടിത്തെറിച്ച് വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. പിന്നെ ഇതിനായിട്ട് നമ്മൾ അരിഞ്ഞു വെക്കേണ്ടത് ഒരു തക്കാളി, അര ഉള്ളി, ഒരു പച്ചമുളക്, പിന്നെ വെണ്ടയ്ക്ക ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു വയ്ക്കാം. എന്നിട്ടത് ഞാൻ ടോട്ടലി മൊത്തമായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് മിക്സ് ചെയ്യുകയാണേ. എന്നുവെച്ചാൽ ചില ആൾക്കാരൊന്ന് ഉള്ളിയൊക്കെ വാടിയിട്ട് ഇട്ട് കൊടുക്കും, പക്ഷേ ഞാൻ ടോട്ടലായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ വെണ്ടയ്ക്കയ്ക്ക് ഭയങ്കര കൊഴുപ്പാണല്ലോ, അപ്പോൾ എനിക്ക് കൊഴുപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ കുറച്ച് നമുക്ക് ഒരു 2 മിനിറ്റിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വാട്ടിയെടുക്കണേ. ഇത് നമ്മളിങ്ങനെ വാട്ടുമ്പോൾ തന്നെ കണ്ടില്ലേ, അതിന് കൊഴുപ്പ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഈ കൊഴുപ്പ് നല്ല രീതിക്ക് പോയിട്ട് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിക്ക് വരെ. അങ്ങനെയാണ് എനിക്കിഷ്ടം, അങ്ങനെയാണല്ലോ വെണ്ടയ്ക്കപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഇതൊന്ന് വാട്ടിക്കൊണ്ടിരിക്കണം. വേണമെങ്കിൽ അടച്ച് വെച്ചും വേവിക്കാം. ഞാനിങ്ങനെ കൈയെടുക്കാതെ വാട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അടി പിടിക്കുക. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണേൽ ചെയ്യാൻ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ വീട്ടിലിങ്ങനെയാണ് ഉണ്ടാക്കാറ്, എനിക്കിത് അറിയുള്ളൂ. നല്ല രീതിക്ക് ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൊഴുപ്പ് നല്ലോണം പോകും കേട്ടോ. ചില നേരത്ത് നമുക്ക് ഓഫീസ് വിട്ട് വന്നാൽ കറി ഒന്നും വെക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഉപ്പേരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഉപ്പേരി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കറി ഇല്ലാത്തതിനെക്കാട്ടും. പിന്നെ കുറച്ച് പപ്പടമൊക്കെ വറുത്ത് അങ്ങോട്ട് സെറ്റാക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.